പയ്യോളിയിലെ മത്സ്യവില്പനയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിലവിലെ മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ റോഡരികിൽ മത്സ്യവില്പനയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾക്കും ചിലത് പറയാനുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. എല്ലാ സാധനങ്ങളും എല്ലാം ഞങ്ങൾക്കൊന്നും പനിയും കാര്യങ്ങളൊന്നും വരാത്ത എന്തോ ഭാഗ്യത്തിന്റെ പേരില്ല. പനിയും കാര്യങ്ങളൊന്നും വരാത്ത ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു പോകുക. കൊതുക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം കാറ്റ് വയ്ക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുത്തുണ്ടാക്കില്ല. കൊതുവും കാര്യങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്ന അനാസ്ഥകളാണ് ഞങ്ങളോട്. ഞങ്ങളെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോവുക. ഞങ്ങളെല്ലാം നോക്കുന്നു. ഞങ്ങളൊന്നും പുറത്തു പോകാത്ത ടീമാണ്. മാർക്കറ്റിൽ നിന്ന് പുറത്തേ പോക്കില്ല. ഇവിടെ തന്നെ കുത്തിരിക്കുക. വളരെ ശോചനീയ അവസ്ഥ. ഞങ്ങളെല്ലാം കാര്യം ദയനീയ പരാജയം. ഇതൊന്നും വഴിയില്ല, മര്യാദക്കുള്ള ഒരു വഴിയില്ല ഇങ്ങോട്ട് പോകുന്നു. നിങ്ങൾ നോക്ക്, മഴ പെയ്തതിനെ കൊണ്ട് തീരെ ഇങ്ങോട്ടാളും വരത്തില്ല. ഇവിടെ ഇപ്പം റോഡിൽ പിന്നീട് പൊട്ടി പൊളിഞ്ഞ് കിടക്കുക. ഇതെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്തേരണ്ടാന്ന്. പക്ഷേ ഓരോന്ന് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്താണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കച്ചവട സ്ഥാപനം, ഒരു കൂട്ടിപ്പീടി അങ്ങനെ കണ്ടൊന്നുമില്ല. ഒരു കുറെ കൈതയും കാടുകളുടെ പരിസരത്ത് സാറിന് ഇവിടെ പോയിട്ട് ബാങ്കിൽ ഇതൊന്നും എടുത്ത് കാണാനായിട്ടാ. ഈ കാടിന്റെ പരിസരത്തെങ്കിൽ അപ്പുറം ഒരു കൂട്ടിപ്പീടിയോ ഒരു വെള്ളം വിൽക്കുന്ന പീടിയോ ഒരു ചായപ്പീടിയോ പച്ചക്കറി പീടിയോ അങ്ങനെ ഒന്നുമില്ല. ഒരു മൂലക്കായത് ഈ വഴി ബീച്ച് റോഡിൽ നിന്ന് മാർക്കറ്റിലേക്ക് വരാൻ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഹോട്ടലിൽ ഇപ്പൊ ഈ ബീച്ച് റോഡിൽ മുഴുവൻ കച്ചവടക്കാരും വന്ന് മൂത്രമൊഴിച്ചിട്ട് മലിനീകരണമാക്കിയുള്ള സ്ഥലമാണ്. അത് നിർത്തുകയും ചെയ്യണം. അതേ കൂടെ നല്ലൊരു വഴി ഇങ്ങോട്ടേക്ക് ലൈറ്റും വേണം. ഓവിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വെള്ളം ഒഴുകിപ്പോയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇതാ ബീച്ച് റോഡ് ഹൈവേന്ന് മാർക്കറ്റിലേക്ക് വരേണ്ട വഴി. ഈ ബീച്ച് റോഡ് ഈ മുനിസിപ്പാലിറ്റിന്റെ മൊത്തം സ്ഥലത്തുള്ള ചളികൾ, കുപ്പിച്ചില്ലുകൾ ഇതെല്ലാം വാരി കെട്ടിയിട്ട് ഈ വഴിയുടെ അടുത്ത് ചളി ഇതെല്ലാം ഇവിടെ കൊണ്ട് ഇട്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റി ഇടുമ്പോ പറഞ്ഞ് ഇതേടെ കുഴിച്ചിടണോ, ഇത് ഇവിടെ ഇടരുത്. കഴിഞ്ഞ മാസം 10-ാം തീയതി അവധിയാന്ന് എടുത്തുകൊണ്ട് വന്നു. ഇന്നും ഇത് ഈ ചളി കൂടിയാണ്. ഈ വെള്ളം ഒഴുകി വരുന്ന ഈ ചളി കൂടി ഇതിൽ അതേ വരണമെങ്കിൽ വരാൻ പറ്റും. നിരന്തരം ബന്ധപ്പെടാറുണ്ട് മുനിസിപ്പാലിറ്റി. പക്ഷെ ഇവിടെ വഴിയും കാര്യങ്ങളില്ല. ഇവിടെ വേസ്റ്റാണ് കംപ്ലീറ്റ് ഇട്ട് പോകുന്നത്. ഞങ്ങൾ എവിടെ വരുന്നുണ്ട് അവിടെയെല്ലാം ഇവർ വേസ്റ്റ് ആയിട്ട് വരും. അതാ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വേസ്റ്റും കാര്യങ്ങളിലും നോക്കി ഇവിടെ ഒരു വഴിയില്ല, ഓരോരോ പ്രശ്നങ്ങളില്ല. നായ്ക്കളാണ് കംപ്ലീറ്റ് നായ്ക്കളാണ്. വെളിച്ചമില്ല, കറണ്ടും വെളിച്ചവും വെള്ളമൊന്നുമില്ല. ജനങ്ങൾക്ക് വരികയുള്ള വഴികളില്ല. ഇങ്ങനെയെല്ലായിട്ടാണ് ഞാളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഞാളൊന്നും ഇവിടുത്തെ പുറത്തു പോകാത്ത ടീമുകളാണ്. റോഡിൽ കച്ചവടം ഇവിടെ വെള്ളവും വെളിച്ചമൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഓല അങ്ങോട്ട് പോകുന്നത്. അല്ലാണ്ട് വെള്ളവും വെളിച്ചവും കാര്യങ്ങളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്.